വേദങ്ങളിൽ ഭൂമി ഗോളാകാരമാണെന്നും സൂര്യനെ ചുറ്റുന്ന ഒന്നാണ് ഭൂമിയെന്നും അല്ലാതെ സൂര്യൻ ഭൂമിയെ ചുറ്റുകയല്ല എന്നുമൊക്കെ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നിരിക്കുക. എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായും നമുക്ക് നല്ല പണി കിട്ടും. കാരണം അങ്ങനെ നമ്മുടെ പഴയ ഋഷീശ്വരന്മാർ വിശ്വസിക്കുമെന്ന് കരുതാൻ ഇന്നത്തെ ആധുനികർക്ക് പലർക്കും കഴിയില്ല. വേദങ്ങളിലെ ഋഷിമാർ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പോലും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്ന് കരുതിയിരുന്നവരായിരുന്നോ യഥാർത്ഥത്തിൽ ഋഷിമാർ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം നമുക്ക് മറുപടി പറയാൻ. കാരണം ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യമായിട്ട് പറയുന്നത് BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൈത്തഗോറസ് ആണെന്നാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസം. ഭാരതത്തിൽ ആര്യഭടനും വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനുമെല്ലാം ഭൂമി ഉരുണ്ടതാണെന്ന് എന്നോ പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്കാർക്കും ഇങ്ങനെ ഒരു പദവി കൽപ്പിച്ചു കൊടുക്കാൻ ഒരു വെസ്റ്റേൺ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് നമ്മളെ അനുവദിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും ഒക്കെ മുമ്പ് തന്നെ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC 300 കാലത്ത് ഭാരതം സന്ദർശിച്ച ചരിത്രകാരനായ ഗ്രീക്ക് ചരിത്രകാരനായ മെഗസ്തനീസ് പറയുന്നത് അന്നത്തെ ബ്രാഹ്മണർ ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതിനു മുൻപോ വേദങ്ങളിലാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ തുടക്കം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സംശയം നമുക്ക് തോന്നാം. ആദ്യമായി ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് BC 6-ാം നൂറ്റാണ്ടിൽ പൈത്തഗോറസ് ആണെങ്കിൽ അതിനു മുൻപുണ്ടായിരുന്ന വേദങ്ങളിൽ പരന്ന ഭൂമിയെക്കുറിച്ചാണോ അത് പറഞ്ഞത്? അല്ല എന്നതാണ് സത്യം. മാനവരാശിക്ക് ലഭ്യമായ ഏറ്റവും പ്രാചീന ഗ്രന്ഥമായി അറിയപ്പെടുന്ന ഋഗ്വേദത്തിലെ മന ആവർത്തന സൂക്തത്തിൽ ഭൂമിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചതുർഭൃഷ്ടി എന്നാണ്. ദൃശ് അധപതനെ എന്ന സംസ്കൃത ധാത്വർത്ഥം അനുസരിച്ച് 4 വശത്തേക്കും താഴ്ചയുള്ളത് എന്നാണ് ചതുർഭൃഷ്ടി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം. പ്രാചീന വേദഭാഷ്യകാരന്മാരായ സായണനും വെങ്കടമാധവനുമൊക്കെ ഇതേ അർത്ഥം തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ചതുർഭൃഷ്ടി ശബ്ദത്തിന് എന്താണ് ശരിയായ അർത്ഥം? ഏതൊരു ബിന്ദുവിനെയും സംബന്ധിച്ച് 4 പാടേക്കും താഴ്ചയുണ്ടാകുക എന്നാൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഭൂമിയുടെ ഉപരിതലം ഗോളാകാരമാണെന്ന് മാത്രമാണ്. അതായത് വൈദിക ഋഷിമാരുടെ സങ്കല്പത്തിലെ ഭൂമി പരന്നതായിരുന്നില്ല, ഗോളാകാരം തന്നെയായിരുന്നു എന്ന് ചുരുക്കം. മറ്റൊരാക്ഷേപത്തിന് സാധ്യതയുള്ളത് ഹീലിയോ സെൻട്രിസത്തെക്കുറിച്ചാണ്. അതായത് ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നതല്ല, സൂര്യന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത് എന്ന സിദ്ധാന്തം. ഹീലിയോ സെൻട്രിസം ആദ്യമായി മുന്നോട്ട് വെച്ചത് BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന സാമോസിലെ അരിസ്റ്റാർക്കസ് ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എങ്കിലും ഈ യൂറോപ്പിൽ ഈ ചിന്ത ഏവരും അംഗീകരിച്ചിട്ട് കേവലം 4 നൂറ്റാണ്ട് മാത്രമേ ആവുന്നുള്ളൂ. ഈ ചിന്തയെ പിന്തുണച്ചതിന് ബ്രൂണോയെ ചുട്ടുകൊന്ന കഥ നമുക്കറിയാം. അതുപോലെ ഗലീലിയോയെ ജയിലിലടച്ചു. ഇതൊക്കെ ചരിത്രമാണ്. എന്നാൽ അരിസ്റ്റാർക്കസിന് മുൻപ് ഭാരതീയർക്ക് ഈ തത്വം അറിയാമായിരുന്നു. അതുകൊണ്ട് ആരെയും ചുട്ടുകൊന്നില്ല. ഇവിടുത്തെ ഋഷീശ്വരന്മാരെയൊന്നും ആരും ചുട്ടുകൊന്നിരുന്നില്ല. ആരെയും അതുപോലെ തന്നെ ജയിലിലും അടച്ചില്ല, ശാസ്ത്രത്തിൽ ഒരു സത്യം പറഞ്ഞതിന്. ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷാ ശുഷ്ണം പരിപ്രദക്ഷിണിത് എന്നാണ്. അത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 22-ാമത്തെ സൂക്തത്തിൽ 14-ാമതായി വരുന്ന മന്ത്രമാണ്. ക്ഷ എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. യാസ്കൻ്റെ നിഘണ്ടുവിൽ ഭൂമിയുടെ പര്യായ പദങ്ങളിൽ ഒന്നാണ് ക്ഷാ. ഇനി എന്താണ് ഈ ശുഷ്ണം എന്ന് പറഞ്ഞാൽ? ശുഷ്ണസ്യ ആദിത്യസ്യ എന്ന നിരുക്തത്തിൽ പറയും. അതായത് സൂര്യനാണ് ഈ പറയുന്ന എന്താണ് ശുഷ്ണം എന്നർത്ഥം. അപ്പോൾ ശുഷ്ണം പരി എന്നാൽ സൂര്യന് ചുറ്റും എന്നർത്ഥം. പിന്നെയോ പ്രദക്ഷിണിത്, പ്രദക്ഷിണം ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന വാചകമാണ്. സംസ്കൃതത്തിലെ ഏത് ഡിക്ഷണറി എടുത്തു നോക്കിയാലും അത് കൽപ്പദ്രുവമായിക്കോട്ടെ, ശബ്ദസാഗരമായിക്കോട്ടെ, ആപ്തയുടെയോ മോണിയർ വില്യംസിൻ്റെയോ ഡിക്ഷണറി ആയിക്കോട്ടെ, എല്ലാറ്റിലും ക്ഷ എന്നതിന് ഭൂമി എന്നും ശുഷ്ണ എന്നതിന് സൂര്യൻ എന്നുമാണ് മുഖ്യമായി നൽകിയ അർത്ഥം. എന്നാൽ ഭൂമിയുടെ ഗോളാകൃതിയാകട്ടെ, ഹീലിയോ സെൻട്രിസവുമായിക്കൊള്ളട്ടെ, ഇപ്പോഴും അതിൻ്റെ ആദ്യ പ്രയോക്താക്കൾ ഗ്രീക്ക് ചിന്തകരാണെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അതൊട്ടും ശരിയല്ല, തെറ്റാണ് താനും.